ജയശങ്കർ സർ, ഇന്ത്യയുടെ റെഗുലേറ്ററി സംവിധാനങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ഒരു ശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് TCS-ൽ നിന്നുള്ള ലൈംഗിക പീഡന പരാതികൾ, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ശേഷം അദാനി ഗ്രൂപ്പിനെതിരായുള്ള ഒരു കടന്നാക്രമണം നടക്കുന്നുണ്ട്. ടാറ്റയുടെ ഒരു ഇന്റർനാഷണൽ ഇടിവ് ടാറ്റയ്ക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാപകം പ്രചരിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസിത വ്യവസായ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് വളരെ വളരെ പ്രസക്തിയുള്ളത്. ഇന്ത്യയുടെ റെഗുലേറ്ററി സംവിധാനങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ സംശയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. കാരണം ഇന്ത്യ കുതിക്കുകയാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇന്ത്യ ഈ ക്രൂഡ് ഓയിലും LPG ഗ്യാസും കൂടി പുറത്തുനിന്ന് വാങ്ങുന്നത് ഫുള്ളായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയെ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഗ്രീൻ എനർജി ലെവലൊക്കെ ഇന്ത്യ പരീക്ഷിച്ച് റെഡിയാക്കി വെച്ച് ഇനി അതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുക. അങ്ങനത്തെ പല കാര്യങ്ങളിലേക്കും ഇന്ത്യൻ ടെക്നോളജി ഇങ്ങനെ വലുതായി വരുമ്പോൾ ഇന്ത്യയിലേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പതാ ഈ ടൂറിസം ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ UAE ഒക്കെ പിന്നിലോട്ട് പോവാണ്. അമേരിക്കയൊക്കെ മഹാകഷ്ടത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ലോക രാജ്യത്തുള്ള വ്യവസായികൾ മുഴുവൻ ഇന്ത്യയിലേക്ക് ചേക്കാറാനും ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും തയ്യാറായി വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വേണ്ടാത്ത കഥകൾ, ഇല്ലാത്ത കഥകൾ കാണിച്ച് പെരുപ്പിച്ച് ഇന്ത്യയെ മോശം ആക്കി കെട്ടാനുള്ള ഒരു ഒരു ആസൂത്രിതമായ ശ്രമം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടതായി വരുന്നുണ്ട്. കാരണം ടാറ്റ എന്ന് പറയുന്നതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അത്രയും ബ്രാൻഡഡ് ഒരു പേരാണ്. അതിനെ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് ടാറ്റയിൽ കൂടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വരുന്നവർ ഒന്നാം മാന്തിക്കും. അപ്പൊ ഇന്ത്യയുടെ വളർച്ചയെ ഒന്ന് മുരടിപ്പിക്കാം. ഇതിന്റെ പിന്നിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന മറ്റ് രാജ്യങ്ങൾ തന്നെ ഉണ്ടാവാം, ഒരു സംശയവും വേണ്ട. ഇപ്പതാ അമേരിക്ക ഇന്ത്യയുടെ മേൽ പലതരത്തിലുള്ള നികുതി പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇന്ത്യ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നു. ഇന്ത്യ എന്ത് ചെയ്തു? സൂത്രത്തിൽ യൂറോപ്പുമായിട്ട് പുതിയ കരാറുകളിൽ ഏർപ്പെട്ടു. ഇപ്പൊ എന്തുണ്ടായി? അമേരിക്കയിൽ ലിബിയായി അവര് പഴയ സ്ഥിതിയിലേക്ക് തന്നെ നികുതിയൊക്കെ അവർ സ്വയം പിൻവലിച്ചും ഓടിപ്പോയി. അപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ എന്തുണ്ടായി? യൂറോപ്പിൽ നിന്നും സാധനങ്ങൾ ഇന്ത്യയിൽ വരുന്നു. ഇപ്പോ വരുന്നതിന്റെ 1/4 വിലയായിട്ട് സാധനങ്ങൾ ഇവിടെ വരാൻ തുടങ്ങും. അപ്പോ ലോക രാജ്യത്തിലുള്ള പ്രധാന ബ്രാൻഡഡ് ഐറ്റങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പേടിക്കുമ്പോ ഇതിന്റെ പിന്നിൽ ഉള്ള ഒരു റാക്കറ്റാണ് ഇത്. ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കി ആ റെപ്യൂട്ടേഷനെ ഇല്ലാതാക്കുമ്പോൾ ഇന്ത്യക്ക് ആ വളർച്ചയ്ക്ക് ഒരു മുരടിപ്പ്, ഒരു അമാന്തം ഉണ്ടാക്കുക, ഇത് തന്നെ ആയിരിക്കും അതിന്റെ ഉദ്ദേശം. ഇന്ത്യ ഈ ഗ്രീൻ എനർജിയും കൂടി ഡെവലപ്പായി കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടും വളരെ വലിയൊരു പോർട്ടാക്കി വേൾഡിലെ അറിയപ്പെടുന്ന ഒരു പോർട്ടും കൂടി ആയി മാറിയാൽ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല. പക്ഷെ ഇതിനൊക്കെ പ്രധാന പ്രശ്നം ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള ഭരിക്കുന്നവരെ സ്ഥിരമായി തെറി പറഞ്ഞു നടക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. നമ്മളുടെ രാജ്യത്തെ കുറ്റം മറ്റുള്ള അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ പോയി ഇവരെ കുറ്റം പറഞ്ഞ കഥകൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതിനു മുന്നേ. അപ്പോ ഇന്ത്യയുടെ വളർച്ചയെ എങ്ങനെയെങ്കിലും മുരടിപ്പിക്കണം എന്നുള്ള ഒരു വലിയ ശക്തി ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നു തന്നെ ഉണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. ഇത് എന്താണെന്ന് ഈ ഭരിക്കുന്ന ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് വളരെ രഹസ്യമായി കണ്ടെത്തുക തന്നെ വേണം. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. യെസ്, അങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യക്കെതിരെ പ്രഖ്യാപിതമായ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഇന്ത്യക്ക് ഇന്റലിജൻസ് ബ്യൂറോ, അത്തരത്തിലുള്ള ഒട്ടനവധി സുരക്ഷാ സെക്യൂരിറ്റി ഏജൻസികളുണ്ട്, വളരെ രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട്, ഇതൊക്കെ ഇന്ത്യക്കുണ്ട്. അങ്ങനെ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ ഇന്ത്യക്കെതിരായി ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഫോഴ്സസിനൊക്കെ മനസ്സിലാകേണ്ടതല്ലേ? ഈ വിഷയം സംശയിക്കേണ്ടി വരുന്നതും ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായി വരാൻ കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഒരു കഥയുണ്ട്. പണ്ടൊരു ISRO ചാര വൃത്തി കേസ് എന്ന് പറഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങൾ മുന്നേ
എന്നിട്ട് ആ തമ്പി നാരായണൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ അനാവശ്യമായിട്ട് അതിലേക്ക് വലിച്ചിറക്കി പീഡിപ്പിച്ച് ഒരു ഇല്ലാ കഥ ഉണ്ടാക്കി. അപ്പോ ഒരു റെപ്യൂട്ടേഷന് ഒരു മങ്ങൽ സംഭവിച്ചു. അല്ലാതെ തമ്പി നാരായണനൊന്നും മാനസികമായി അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മോശപ്പെട്ട രാഷ്ട്രീയമാണ്. ഒരു നല്ല കാര്യം വരുമ്പോൾ അതിനെ സപ്പോർട്ട്, ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് വേണമെങ്കിൽ ആയിക്കോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സഹകരിക്കുകയാണ് വേണ്ടത്. അതല്ല നമ്മളിവിടെ കാണുന്നത്. എന്നാലും അവരെ ചീത്ത വിളിച്ച് തെറി വിളിച്ച് നടക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോ ഇത്തരത്തിലുള്ള ഈ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെ ആയിരിക്കുമോ ഇത്തരത്തിലുള്ള ഈ ഈ ഈ റെപ്യൂട്ടേഷനെ നശിപ്പിക്കാനുള്ള പ്രധാന ഒരു മുൻകൈ എടുക്കുന്നത് സംശയിക്കേണ്ടി വരികയാണ്. കാരണം നമുക്കറിയാലോ, ആ തമ്പി നാരായണന്റെ കേസിൽ അദ്ദേഹം അവസാനം ഒരു കുറ്റക്കാരനുമല്ലാതെ സുപ്രീം കോർട്ടിൽ നിന്ന് വിധി വന്ന് അദ്ദേഹത്തിന് വെറുതെ വിട്ടില്ലേ. അപ്പോ ഇവിടെയും ഇപ്പൊ ഈ TCS ലൈംഗിക പീഡനം, അവിടുത്തെ ജോലിക്കാർ മാനസികമായി തകരും. അത് മനസ്സിലാക്കുന്നില്ല അവര്. എത്ര IT പ്രൊഫഷണലുകളാണ്, അവരുടെ ഒക്കെ മാനസിക അവസ്ഥ ഏത് നിലയിലേക്ക് എത്തുന്നത്? ഈ അനാവശ്യമായ കിംവദന്തികൾ പറഞ്ഞു പരത്തുമ്പോൾ ഒരു നാടിന്, ഒരു കമ്പനിയെ, ആ നാടിനൊക്കെ നഷ്ടം വരികയാണ്. അത് ഇവന്മാർ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇതിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നല്ല കാര്യങ്ങൾ നടത്തുന്നത് ചീത്തയാക്കുക, അതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കൈകൾ എന്ന് നമുക്ക് തീർച്ചയായും അനുമാനിക്കാം. യെസ്. പക്ഷേ സാർ പറഞ്ഞതുപോലെ നമ്പി നാരായണന് സംഭവിച്ചത് ചെറിയൊരു കാര്യമല്ല. നമ്പി നാരായണന് അദ്ദേഹത്തിന്റെ കരിയർ നഷ്ടപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അപമാനം ഉണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. വർഷങ്ങൾ എടുത്തിരുന്നോ അത്തരത്തിലുള്ള അപമാനമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് മാറാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് സത്യം എന്ന് ലോകം തിരിച്ചറിയാൻ? അതിന് പിന്നിലുള്ളത് ഒരു വലിയ കേരള പൊളിറ്റിക്സ് കൂടിയാണ്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സമയം ഇതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരായി ഇത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ അവിടെയാണ് മറ്റ് ലോകരാജ്യങ്ങളുടെ ഒരു പ്രസക്തി കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, ലോകത്ത് ചൈനയ്ക്കൊപ്പം മുന്നേറാനുള്ള ഏറ്റവും വലിയൊരു ശ്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ആ ശ്രമങ്ങളിൽ ഒരു പരിധി വരെ ഇന്ത്യ വിജയിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ലോകരാജ്യങ്ങൾ, അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനോ പോലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മധ്യസ്ഥ ശ്രമം വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്ന് ഇറാൻ പോലും പലതവണ ഉറച്ചു വിശ്വസിച്ചിരുന്നു, പറഞ്ഞിരുന്നു. UAE പ്രധാനമന്ത്രി പോലും പലതവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വിളിച്ചതും സംസാരിച്ചതും. അതൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, വാർത്തകളിൽ വന്നതാണ്. പക്ഷേ ഈ രീതിയിൽ ഇന്ത്യക്കെതിരായി ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങളിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പാകിസ്ഥാൻ പോലെയുള്ള ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടലാണ്, അല്ലെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടലാണ്. ഇത്തരത്തിലുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയെ വളരാൻ അനുവദിക്കില്ല എന്ന രീതിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? അതുകൂടി ഇന്ത്യയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ വളർച്ചയിൽ കണ്ണുകടി തന്നെയാണ് ഉദ്ദേശം. അല്ലെങ്കിൽ ഇപ്പൊ ഈ 800 ഭീകരരെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് തള്ളി പറഞ്ഞു വിടാൻ നിൽക്കണു എന്നുള്ള ന്യൂസ് ഇന്ത്യക്ക് കിട്ടിയില്ലേ? അപ്പോ ഇന്ത്യയുടെ ഇത് ഇവിടെ തെറ്റ് പറ്റുന്നത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അന്നത്തെ ഭരണ സംവിധാനം നട്ടലില്ലാത്ത കാരണമാണ് ഇന്ത്യ മുറിച്ച് മാറ്റി വെച്ചേക്കേണ്ടി വന്നത്. നട്ടലുള്ള ഒരു പ്രൈം മിനിസ്റ്റർ അന്നുണ്ടായിരുന്നു എങ്കിൽ ഈ പാകിസ്ഥാൻ ഉണ്ടാവില്ല, ഈ തലവേദന തന്നെ ഉണ്ടാവില്ല. അപ്പോ ഇത്തരത്തിൽ ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പലതര പരിപാടികളും പല രൂപത്തിലും നമ്മൾ കണ്ടതല്ല, കണ്ടഹാറിൽ ഇന്ത്യൻ എയർലൈൻസ് കൊണ്ടുപോയി റാഞ്ചി കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഭീകരന്മാരെ ഇറക്കി കൊണ്ടുപോയത്. അപ്പോ ഇത്തരത്തിൽ ഇന്ത്യ തുടക്കം മുതലേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണ് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ഭരണകക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും, ഈ പ്രതിപക്ഷ കക്ഷികൾ ഒന്ന് ഓർക്കുക, ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് കയറിയിരുന്നാൽ പിന്നെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കാതെ അത് അംഗീകരിച്ച് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ സഹകരിക്കുകയാണ് വേണ്ടത്. എന്തു ചെയ്താലും അതിനെ കുറ്റം പറയുക, കുക്കി വിളിക്കുക എന്ന പരിപാടിയുമായിട്ട് നടക്കുന്നവരെ തന്നെയാണോ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് ഇനിയും എത്ര തമ്പി നാരായണന്മാർ ഇവിടെ
ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരും. യെസ്, എന്തായാലും ഇന്ത്യയെ മനഃപൂർവ്വം, ഇന്ത്യയുടെ റെഗുലേറ്ററി സംവിധാനങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ രീതിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്ന ചില വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. TCSൽ ഉണ്ടായ സംഭവമാണെങ്കിലും, ടാറ്റയ്ക്കെതിരെ നടക്കുന്ന സംഭവമാണെങ്കിലും, അദാനി ഗ്രൂപ്പിനെതിരെ ഇന്ത്യക്കകത്തു നിന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ചില സംഭവങ്ങളാണെങ്കിലും ഒക്കെ ഇന്ത്യൻ റെഗുലേറ്ററി സംവിധാനങ്ങളെ ഈ രീതിയിൽ തകർക്കാം എന്നൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു, ജയശങ്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.